കാലവർഷം കനത്തു പെയ്യുകയാണ്. ഇടുക്കിയിലെ ഒരവസ്ഥ എങ്ങനെയാണ്? മഴ തുടരുകയാണോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, ഇടുക്കിയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇടവിട്ട് അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിൽ മലയോര മേഖല എന്നോ ലോ റേഞ്ചോ എന്നോ വ്യത്യാസമില്ല. എല്ലായിടത്തും അതിശക്തമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് മൂന്നാർ, അതോടൊപ്പം തന്നെ പീരുമേട്, രാജാക്കാട് മേഖലയിലൊക്കെ ശക്തമായ മഴയായിരുന്നു. രണ്ടിടത്താണ് ഒരു കാഷ്വാലിറ്റി ഉണ്ടായത്, അപകടമുണ്ടായത്. അത് മരം വീണുണ്ടായ അപകടങ്ങളാണ്. ഒന്ന് പാമ്പാടും പാറയിലും മറ്റൊന്ന് രാമക്കൽമേടിന് സമീപത്തുമാണ്. ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് മേളിലേക്ക് മയിലാടും പാറയ്ക്ക് സമീപം ഒരു മരം ഒടിഞ്ഞു വീണു. നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയായിരുന്നു. അവിടെ ഓട്ടോ ഡ്രൈവർക്ക് നിസാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാമ്പാടും പാറയിൽ തോട്ടം തൊഴിലാളി സ്ത്രീക്ക് ഇതര സംസ്ഥാനക്കാരിയാണ്, അവർക്കും മരം വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 5:30 രാമക്കൽമേടിന് സമീപം ശക്തമായ മഴയിൽ കാറ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയും അപകടമുണ്ടാവുകയും ചെയ്തു. പക്ഷേ അത് വാഹനത്തിലുണ്ടായിരുന്നവർക്ക് കാര്യമായ പരിക്കില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാണ്. ഇടുക്കിയെ സംബന്ധിച്ച് 2 ഡാമുകളാണ് ഇന്നിപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്. ഒന്ന് കല്ലാർകുട്ടി ഡാമാണ്, അത് ഇന്നലെ വൈകുന്നേരമാണ് തുറന്നത്. മറ്റൊന്ന് മലങ്കര ഡാമാണ്. മലങ്കര ഡാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തൊടുപുഴ ആറിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു അപകടമുണ്ടായത് പീരുമേട്ടിലാണ്. പീരുമേട് ടീ കമ്പനി, അത് ഉപേക്ഷിക്കപ്പെട്ട തോട്ടമാണ്. അവിടെ തോട്ടം തൊഴിലാളി സ്ത്രീകൾ അവർ മറ്റ് മാർഗമില്ലാത്തതുകൊണ്ട് ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിൽ തന്നെയാണ് കഴിയുന്നത്. അത്തരത്തിലൊരു ലയം ഇന്നലെ തകർന്നു വീണിരുന്നു. അതിൽ 3 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. അവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ മേഖലയിൽ വലിയ ദുരന്ത സാധ്യത എന്തായാലും നിലനിൽക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് 200ഓളം കുടുംബങ്ങളാണ് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങളിലെ ലയങ്ങളിൽ കഴിയുന്നത്. ആ ലയങ്ങൾ അറ്റകുറ്റപ്പണി ഇല്ലാതുകൊണ്ട് തന്നെ ഏത് സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയാണ്. സ്വാഭാവികമായും മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ഏതായാലും വരും മണിക്കൂറുകളിലും മഴ ശക്തമായി പെയ്യാൻ തന്നെയാണ് സാധ്യത. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളടക്കം വൈകുന്നേരങ്ങളിൽ യാത്ര ചെയ്യരുത് എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ജയലക്ഷ്മി. ശരി. ജീനസ് രാജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കിയിൽ മഴ തുടരുകയാണ്. ലയങ്ങളിലും മറ്റുമുള്ള ആളുകളൊക്കെ അതീവ ജാഗ്രത പാലിക്കണമെന്നുണ്ട്. കാരണം മഴ ശക്തമായി തുടരുന്നൊരു സാഹചര്യമാണ്. വരും മണിക്കൂറുകളിലും മഴ കനക്കുമെന്നുള്ളതാണ് റിപ്പോർട്ട്. കല്ലാർകുട്ടി ഡാം തുറന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന ദൃശ്യങ്ങളാണ്. ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്നാണ് കല്ലാർകുട്ടി ഡാം തുറന്നത്. ഇനി വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം.